സാറേ, എനിക്കൊരു ഷോക്കിംഗ് ന്യൂസാ പറയാനുള്ളത്. ഓക്കെ, ഡ്രൈവർ, കാറ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിട. അതെന്തിനാ നമുക്ക് പോകേണ്ടത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ലല്ലോ. വേണ്ട, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫിസിഷ്യൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ACP കാർത്തി സാറല്ലേ അത്? അതെ അതെ. സർ, മുത്തശ്ശി ഇപ്പൊ ഒന്നും അറിയാനിടയാവരുത്. ഓക്കെ സർ. എന്താടാ നീ ആ വാളിലേക്ക് നോക്കി കുറെ നേരമായിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന? നീ സന്തോഷം കൊണ്ട് ചത്തു നിൽക്കുകയാണോ, അതോ നല്ല സമാധിയിലേക്ക് ലയിക്കാൻ പോവുകയാണോ? ടിപ്പു സുൽത്താനല്ല, ഇനി സത്യസന്ധനായ ഹരിശ്ചന്ദ്രൻ കണ്ടാൽ പോലും ഈ വാള് കട്ടോണ്ടു പോവും. എത്ര കോടിയായിരിക്കും ഇതിന്റെ വില? ആ, അത് പറയാൻ പറ്റില്ല. കോടാനുകോടികളായിരിക്കും വില. പടയോട്ടക്കാലത്ത് ടിപ്പു നിലവറ വെട്ടിപ്പൊളിച്ചിട്ടും ഈ വാള അയക്ക് കിട്ടിയില്ല. ടിപ്പു അത്രയ്ക്ക് സേഫ് ആയിട്ടാ ചെമ്പകമംഗലത്തെ കാരണവന്മാര് ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് കയ്യിലിരിക്കുന്നവർക്ക് പണം മാത്രമല്ല, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാ പറയുന്നത്. ആ വാള മിക്കവാറും കുടിച്ചിട്ട് വാള് പണിയുന്ന എന്റെ കയ്യിൽ വന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്സവത്തിന് കൊടികേറിയിരിക്കുകയാണ്. ഈ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരണം വരെ ഈ കൊടി ഇറങ്ങില്ല. കാരണം നമ്മുടെ ഉത്സവം തീർന്നിട്ട് വേണ്ടേ കൊടിയിറങ്ങാൻ? അർമാദിക്ക് അർമാദിക്ക്. ഇത് കട്ടെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മൈഥിലി. ഇതിനുള്ളൊരു പ്രത്യേക സമ്മാനം നിനക്ക് ഞാൻ തരുന്നുണ്ട്. അത് ഞാൻ പിറകേ തരാം. എന്തായാലും ഇതോടെ ആ ചെമ്പകമംഗലം തറവാട് തകർന്നില്ലേ? അത് തീർന്നു. അഹങ്കാരികളായ ചെമ്പകമംഗലം തറവാട്ടുകാർ ഇനി നാട് നീളെ നടന്ന് തെണ്ടും, അല്ലെങ്കിൽ കക്കും. ഇതെന്റെ ഒരു പ്രതികാരം കൂടിയാ. നിന്നെ എടുത്തിട്ട് ആ കാർത്തിയും ജഗദീഷും കൂടി ഫുട്ബോൾ കളിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തായാലും ഇതിനൊരു പണി കൊടുക്കണമെന്ന്. അത് ഞാൻ നിലയുറപ്പിക്കും മുമ്പ് അവന്മാരെന്നെ അടിച്ചോണ്ടാ. അതാ പറ്റിയത്. ഇല്ലെങ്കിൽ അവന്മാർ രണ്ടെണ്ണത്തിന് അവിടെ വെച്ച് ഞാൻ തീർത്തേനെ. പിന്നെ എന്നിട്ട് അവന്മാരെ എല്ലൂരി വിട്ടത്. ദേ മൈഥിലി, അസ്ഥിക്ക് പിടിക്കുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇടി നീ ആ തോക്കും താഴെ വെച്ചേ. തോക്കോ? ഇടി ആ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തി ഉറക്കിയിട്ട് വരാൻ. ഇവള അങ്ങനെ ഒന്നും ഉറങ്ങില്ല വൈശാഖേ. ഉറങ്ങില്ലേ? ഇത്
അത് വലിയ ശല്യാവൂലോ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കിഴങ്ങേശന്റെ കൊച്ചാണെങ്കിലും ഇതിനെ ഞാൻ പ്രസവിച്ചതല്ലേ. ഇത് എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ കൊച്ചു മറ്റൊരു മാരണമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെ വേറെന്തെങ്കിലും ചെയ്യണം. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. ഇനി നമ്മൾ അങ്ങോട്ട് രാജാവും റാണിയുമാണ്. ഞാൻ വൈശാഖം തിരുനാൾ രാജരാജവർമ്മ, നീ മകയിരം തിരുനാൾ മൈഥിലി ദേവി തമ്പുരാട്ടി. രാജാവിനും റാണിക്കൊക്കെ ഇപ്പൊ പ്രിവിലേജ് പോലും ഇല്ലെന്നാ കേൾക്കുന്നത്. ആ, ഞാൻ ഇവിടത്തെ രാജാക്കന്മാരെ അല്ല പറഞ്ഞത്, അങ്ങ് ലണ്ടനിലെ രാജാവിനെ റാണിയെ കുറിച്ച്. തുടങ്ങിയല്ലോ ദൈവമേ, മുടിഞ്ഞു കൂടി. ഇന്നു മുതൽ ഞാൻ ഉമർ ഖയ്യായി മാറാൻ പോവാ. കേട്ടിട്ടില്ലേ? ഉമർ ഖയ്യ. പനിനീര് പെയ്യുന്ന പൂനിലാവും, 17-ലെത്തിയ പെൺകിടാവും, പാടാൻ വീണയും, കയ്യിൽ മധു ചഷകവുമായി. ഞാനൊരു ബാദുഷ, നീ ഒരു നർത്തകി. ഈ വാളിനെ തന്നെ എനിക്ക് ഇവനെ കൊല്ലേണ്ടി വരുമല്ലോ ഈശ്വര. ഈ അവസ്ഥയിൽ ഇവിടെ വാളി ഞാൻ എവിടെ ഒളിപ്പിക്കും? ഇതൊന്ന് പുറത്ത് കടത്തണമല്ലോ. എത്രയും പെട്ടെന്ന് ഇത് വിൽക്കണം, എന്നാലേ രാമേട്ടന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവും രത്നങ്ങളുമായി ഇതില്. ഇത് വാങ്ങാൻ ഒരാൾ വേണമല്ലോ. എന്ത് ചെയ്യും? നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ എന്താ അത്ര പൊട്ടിയാണോ? മറ്റാരും കേൾക്കാതെ നിന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത് കുഞ്ഞമ്മായി? ഞാൻ നിന്റെ കുഞ്ഞമായൊന്നുമല്ല, നീ എന്റെ അവിഹിത നാത്തൂനാ. അത് ശരി. അപ്പൊ നാത്തോനും തമ്മിലുള്ള ഏർപ്പാടല്ലേ? എന്നാ പറയ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവിഹിത നാത്തൂനെ? കാര്യം നിനക്കറിയാലോ. എന്റെയും കൂടെ സഹായത്തോടെയാ നീ ആ ഉടവാൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. അപ്പൊ അങ്ങനെ ഒരു അന്തർനാടകം ഇതിനകത്ത് നടന്നു അല്ലേ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ഭാഗ്യം. അതിന് അതിന് നമ്മൾ തമ്മിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 3 ഷെയർ ചെയ്യണമെന്ന്. അതിലൊരു ഷെയർ എനിക്കൊന്ന്. എന്താ മറന്നുപോയോ? നീ ആ വാളെടുക്കുന്നതില് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് എനിക്ക് അർഹമായിട്ടുള്ള ഷെയർ എനിക്ക് കിട്ടണം. കുഞ്ഞുമായിക്കുള്ള ഷെയർ ഞാനും വൈശാഖും കൂടി തരും. വാള് വിൽക്കുന്ന എമൗണ്ട് 3 ഷെയർ ചെയ്യും. അതിലൊരു ഷെയർ കുഞ്ഞമ്മായിക്ക് തരും. തരണം. കൈ ഇങ്ങോട്ട് നീട്ട. 3-1 ഷെയർ അമ്മായിക്ക് തന്നിരിക്കും.
സത്യം സത്യം സത്യം. ആ, ആ, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർത്താ പോരാ, നീയും എന്റെ ആങ്ങളെയും വടി വെക്കുന്നിടത്ത് കൂടെ വെക്കുന്നവരാ. ഫ്രോഡ് പണികൾ കണ്ടുപിടിച്ചവരാ. അതുകൊണ്ട് എന്റെ ഷെയർ എനിക്ക് ഉടനെ കിട്ടണം. ഈ വ്യവസായം കൊള്ളാലോ. അതിന് മുക്കുപൂശിയ വാളിന് എന്ത് മാങ്ങാത്തൊലി കിട്ടാന്. അതിന് ഷെയർ കിട്ടണമെന്ന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ചാലേ ഞാൻ എവിടുന്ന് ഷെയർ തരാനാ? ആ, അപ്പോ ഷെയർ ഇല്ലേ? ഷെയർ തരണമെങ്കിലേ വാള് വിൽക്കണ്ടേ? ഇത് വിൽക്കുന്നതൊന്നും അത്ര ഈസി ആയ ഏർപ്പാടല്ല. എനിക്ക് അർഹതപ്പെട്ട ഷെയർ എനിക്ക് കിട്ടിയേ പറ്റൂ. നിങ്ങൾക്ക് ഷെയർ തരില്ലെന്ന് ഞാനോ വൈശാഖോ പറഞ്ഞില്ല. വാളൊന്ന് വിൽക്കട്ടെ. വിറ്റ് കഴിഞ്ഞ് കാശ് കൈ കിട്ടിയ ആ നിമിഷം വിളിച്ച് നിങ്ങളുടെ ഷെയർ തരും, ഉറപ്പാ. അത് മതി. എനിക്കെന്റെ കാശ് കിട്ടണം. അവസാനം ഗോവിന്ദാന്ന് പറയരുത്. അത്രേ ഉള്ളൂ. എന്നാ ഞാൻ വെക്കാം. ഓ ശരി. ഇലനക്കി നായയുടെ കിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവരതാ. ഒരല്പ ആശ്വാസം തോന്നുന്നുണ്ട്. എങ്ങാനും പിടി വീണാലും ഇവരെയല്ലേ പിടിക്കൂ. ആ, മയക്കത്തിലാണല്ലോ. അതെ ഡോക്ടർ. അമ്മയുടെ ECGയിൽ ഒരു വേരിയേഷൻസും ഇല്ല. ചെയ്ത ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. താങ്ക് യു ഡോക്ടർ. അമ്മ പെട്ടെന്ന് തലകറങ്ങി വീഴുമായിരുന്നോ? അതെ, അത് പക്ഷേ ടെൻഷനാകുന്ന ഒരു കാര്യം കേട്ടിട്ടാണ്. ആ, അത് തന്നെയാ കാര്യം. ചില മനസ്സുകൾക്ക് പെട്ടെന്ന് പലതും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, 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 അമ്മേ. ഇപ്പോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. അമ്മ ഹാപ്പി അല്ലേ? ഒന്നുമില്ല കേട്ടോ. ഈ ട്രിപ്പ് ഇപ്പൊ തീരും. അപ്പൊ അമ്മയ്ക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. കാർത്തി എവിടെയാ കൈമളേട്ടാ? കാർത്തിബോനെ ഒരു പോലീസുകാരൻ വിളിച്ചു. അവൻ അങ്ങോട്ട് പോയി. ഇപ്പൊ തന്നെ വരും. ബോഡി ആരാണ് സർ ഏറ്റുവാങ്ങുന്നത്? ഞാനാ. സർ, ഇവിടെ ഒരു സൈൻ ചെയ്യാം. ആംബുലൻസ് റെഡിയാണോ സർ? അല്ലേ? അത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സർ. ഇപ്പോൾ വരും. ഹലോ, അതെ, ഞാനിപ്പം ഹോസ്പിറ്റലിലാണ്.
ഒരാൾ മരിച്ചല്ലോ കൈമളേട്ടാ. ഹോസ്പിറ്റലല്ലേ രാജലക്ഷ്മി? ഏതോ ഒരാളുടെ സമയം കഴിഞ്ഞു. ദൈവം തിരിച്ചു വിളിച്ചു. എന്താ ഇവിടെ? ഞാനിവിടെ ഓ, ബോഡിയുടെ കൂടെ വന്നതാണോ? അതെ. ആരാ മരിച്ചത്? അത് മരിച്ചത് ജയിലിലായിരുന്ന ഒരു പ്രതിയാ. പ്രതിയാകണമെങ്കിൽ കുറ്റം ചെയ്യണമെന്നില്ലല്ലോ. കുടുക്കി അകത്തിട്ടാ പോരെ. ഞങ്ങളുടെ പൊന്നുമോനും ജയിലില്ല. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിരപരാധിയായ അവനെ എല്ലാവരും കൂടി അകത്താക്കിയതാ. നീ വിഷമിക്കാതെ രാജലക്ഷ്മി. നിഷ്കളങ്കനായ നമ്മുടെ മകൻ അഗ്നിശുദ്ധി വരുതി തിരിച്ചു വരും. നീ വാ. അവനെ എനിക്ക് ഉടനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. നമുക്ക് ഈ വഴി സബ് ജയിലിലേക്കൊന്ന് പോയാലോ കൈമളേട്ടാ? നിനക്ക് സുഖമില്ലാത്തതല്ലേ രാജലക്ഷ്മി? ഓ, എന്താ അസുഖം? അവനെ കാണുമ്പോ എന്റെ അസുഖം ക്ഷീണം ഒക്കെ മാറും. എന്റെ കുഞ്ഞിന്റെ ആ ചിരി കണ്ടാ മതിയല്ലോ. എങ്കി വാ, പോകാം. ദൈവമേ, പാവം, ഇതിനും ഒരു അമ്മയുണ്ടാവുമല്ലോ. ആ അമ്മ ഇതെങ്ങനെ സഹിക്കും? അച്ഛന്റെ കാര്യമാണ് കഷ്ടം. അച്ഛനെ കരയാനും പറ്റില്ലല്ലോ. അയ്യോ, എന്റെ പൊന്നു മോനെ. മോനെ, മോനെ, അയ്യോ. മോനെ, എന്റെ പൊന്നുമോനെ. നീ എന്നെ തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ. എന്റെ മോനെ, മോനെ, എന്റെ മോനെ, മോനെ. മുത്തശ്ശി, മുത്തശ്ശി. മോനെ, മോനെ കാർത്തി, നോക്ക്. മോനെ.